ആദ്യമായി എന്താണ് തായ്ലൻഡ് കംബോഡിയ സംഘർഷമെന്ന് പരിശോധിക്കാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള തർക്കങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിലുണ്ടാക്കിയ രേഖകളുടെ പേരിലും ചില ദേശീയ വികാരങ്ങളുടെ പേരിലുമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നൂറ്റാണ്ടിലേറെ കാലമായി തർക്കം തുടരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഖൈമർ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രദേശം. അന്ന് ഇരു രാജ്യങ്ങളും ഒന്നായിരുന്നു. പിന്നീട് ഖൈമർ സാമ്രാജ്യം ക്ഷയിച്ചതോടെയാണ് തായ്ലൻഡ് എന്ന രാജ്യം രൂപപ്പെടുന്നത്. 1900-ൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങളെയും വേർതിരിച്ച് ഒരു ജലാശയത്തെ അടിസ്ഥാനപ്പെടുത്തി ഫ്രാൻസ് ഒരു അതിർത്തി രേഖയുണ്ടാക്കി. ഫ്രാൻസ് ഉണ്ടാക്കിയ ഈ അതിർത്തിയാണ് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ഇരു രാജ്യങ്ങളും തമ്മിൽ തുടരുന്ന സംഘർഷത്തിന്റെ മൂല കാരണം. ഫ്രാൻസ് ഉണ്ടാക്കിയ അതിർത്തി രേഖയിൽ ഇരു രാജ്യങ്ങളും വളരെ പവിത്രമായി കണ്ട പ്രീ വിഹാർ ക്ഷേത്രം കംബോഡിയയുടെ ഭാഗത്തായിരുന്നു. ഖൈമർ സാമ്രാജ്യകാലം തൊട്ട് പവിത്രമായി കരുതിയിരുന്ന ക്ഷേത്രമായിരുന്നു ഇത്. അതിനാൽ തന്നെ പ്രസ്തുത അതിർത്തി തായ്ലൻഡിന് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. തായ്ലൻഡ് ഈ അതിർത്തിയെ എതിർത്തു. ഇതിന്റെ പേരിൽ സൈനികപരവും അല്ലാത്തതുമായ നിരവധി തർക്കങ്ങൾ പ്രദേശത്ത് ഉടലെടുത്തു. കൊളോണിയൽ കാലത്ത് തുടങ്ങിയ തർക്കം കോളനി വാഴ്ച അവസാനിച്ചതിന് ശേഷവും തുടർന്നു. ഒടുവിൽ 1962-ൽ കംബോഡിയ ഈ തർക്കം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെത്തിച്ചു. ICJ ഈ ക്ഷേത്രത്തിന്റെ പൂർണ്ണ അവകാശം കംബോഡിയയ്ക്കാണെന്ന് വിധി കൽപ്പിക്കുകയും ചെയ്തു. പ്രദേശത്ത് നിന്ന് തായ്ലൻഡിന്റെ സൈന്യത്തെ പിൻവലിക്കാനും ഉത്തരവിട്ടു. ICJയിൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങൾക്ക് തീർപ്പായെങ്കിലും പരിസരത്തുള്ള ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പിന്നെയും വർഷങ്ങളോളം തുടർന്നു. 2008-ൽ ഈ ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ തർക്കം വീണ്ടും സായുധ സംഘർഷങ്ങളിലേക്ക് നീങ്ങി. 2011-ൽ ഈ തർക്കം കലുഷിതമായി. 2013-ൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് തർക്കത്തിലിരിക്കുന്ന പ്രദേശങ്ങളും കംബോഡിയയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉത്തരവിട്ടു.